അവനൂൽ ഖദം വെൽഫെയർ അസോസിയേഷൻ ജില്ലാ സമ്മേളനം വിവിധ പരിപാടികളോടെ നടന്നു. പെരുമ്പാവൂർ തണ്ടേക്കാട് തക്വ കോംപ്ലക്സ് ഗ്രൗണ്ടിൽ നടന്ന സമ്മേളനത്തിൽ നിരവധി സയ്യിദുമാരും ഉലമാക്കളും നേതാക്കളും പങ്കെടുത്തു. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വേറിട്ട ശബ്ദമായി സാമൂഹിക സേവന രംഗത്ത് പ്രതീക്ഷയായി വളർന്ന് 2 പതിറ്റാണ്ടിന്റെ ചരിത്ര പാരമ്പര്യവുമായി മുന്നേറുന്ന സംഘടനയാണ് താവനൂൽ ഖദം വെൽഫെയർ അസോസിയേഷൻ. ഈ സംഘടനയുടെ എറണാകുളം ജില്ലാ സമ്മേളനം വിവിധ പരിപാടികളോടെ പെരുമ്പാവൂരിൽ സംഘടിപ്പിച്ചു. നിങ്ങൾ പരസ്പരം ഗുണകരമായ കാര്യത്തിൻ്റെ പേരിലും തഖ്വയിലും ഭക്തിയുടെ വിഷയത്തിലും പരസ്പരം സഹായിക്കുക എന്നുള്ളത്. അങ്ങനെ ദീനി ഖാദിമീങ്ങളായ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ പിൻതലമുറക്കാരായ പണ്ഡിത മഹത്തുക്കളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയുള്ള ഒരു സംഗമവേദിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് വളരെയധികം ബലഹീനത ഉണ്ടാക്കുന്നതും നമ്മുടെ ആത്മീയമായ എല്ലാ ഔന്നത്യങ്ങളെയും കെടുത്തിക്കളയുന്നതുമായ സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമാണ് ഇന്ന് നമ്മുടെ നാടുകളിലുള്ളത്. അതിൽ നിന്ന് വ്യതിരിക്തമായി ഇസ്സത്തോടുകൂടെ നമുക്ക് നാമായി നിലകൊള്ളുവാൻ, മരണം വരെ നിലകൊള്ളുവാൻ നമ്മളിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ വഴിതെളിയിച്ച ആ വഴിയിൽ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന 4 മദ്ഹബുകൾ അനുസരിച്ചുള്ള ജീവിതങ്ങൾ നയിക്കുന്ന ആളുകൾ, നമ്മൾ പണ്ഡിതന്മാർ, ഇങ്ങനെയുള്ളൊരു സംഗമം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുളവാക്കുന്നതാണ്. തണ്ടക്കാട് നൂറുൽ ഉലമ KP അബൂബക്കർ ഹസ്രത്ത് നഗറിൽ നടന്ന ചടങ്ങുകൾ സയ്യിദ് ഫ്ലൂയിദ്ദീൻ സഹദി ഉദ്ഘാടനം ചെയ്തു. ഈ ഭൗതിക ലോകത്ത് നിങ്ങൾ ജനിച്ചതില്ല സുഖസൗകര്യങ്ങളും അല്ലാഹു തന്നു, നിങ്ങൾ ജീവിച്ചു. പടച്ചതമ്പുരാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു, അനുസരിച്ച് അമ്പ് ചെയ്തു. നാളെ ഈ ചെയ്ത ഗുണഗണങ്ങളെ വിസ്തരിക്കപ്പെടുന്ന നാളിൽ അള്ളാഹുവിനെ പറ്റി ചോദ്യം ചെയ്യുമെന്ന് ഭയപ്പെടുന്നവരാരുണ്ടോ എങ്കിൽ മായം ചേർക്കാത്ത അമലുകൾ ചെയ്തുകൊള്ളട്ടെ. നമ്മുടെ അമലുകളൊന്നും മായ ചേർക്കാൻ കൊള്ളൂലല്ലോ, പറ്റുക എന്ന് പറഞ്ഞാൽ എന്താ? ഇഖ്ലാസുള്ള അമലാവുക. എന്നിട്ട് അള്ളാഹു അതിനെ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഒരാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ, ആരാധിക്കുന്ന കാര്യത്തിൽ മറ്റൊരാളെ നിങ്ങൾ പങ്കു ചേർക്കരുത്. ഈ ലോകത്തിലുള്ള സർവത്ര ശരാശരികളെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിക്കുന്ന അനാഥനായ അള്ളാഹുവിന് മാത്രം, അതാണ് തൗഹീദല്ലോ. പങ്കുചേർക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവർത്തനത്തിൽ അവൻ്റെ പ്രവർത്തനത്തിലെല്ലാം ദാത്തിഹി സിവാത്തിഹി ഇതിലൊക്കെ മറ്റൊരാളെ ചേർക്കുക എന്നുള്ളതാണ്. അതില്ല. നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്, വഹീദീങ്ങളാണ്. ഏകത്വം, അള്ളാഹു ഏകനാണ്, അവൻ്റെ പ്രവർത്തനമാണ് ഈ ലോകം നടന്നുകൊടുക്കുന്ന ഇഷിക്കുന്നവരാണ്. അതിന് ശിർക്ക് നമുക്കില്ല, പങ്കുചേർക്കുകയില്ല. പിന്നെ എങ്ങനെ ശിക്കരുത്? ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ അള്ളാഹുവിൻ്റെ ചെയ്യുന്ന അമലുകളിൽ നിങ്ങൾ പങ്കുചേർക്കരുത് പറഞ്ഞത് 2 വിധത്തിലാണ്. ശിർക്ക് ഹഫിയ്, ശിർക്ക് ജലി. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞു, അഹ്വബു മാ അഖാഫു അലാ ഉമ്മത്തി അശ്ശിർക്കുൽ ഹഫിയ്യു വഹുവ. എൻ്റെ സമുദായം ഒക്കെ ഉഷാറായിട്ട് നടക്കും. ഇവിടെ വസ്ത്രത്തിലും പ്രവർത്തനത്തിലും വിഭാഗത്തിലൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഭയപ്പെടുന്ന, എൻ്റെ സമുദായത്തിന് ഭയപ്പെടുന്ന, ഏറ്റവും ഭയപ്പെടുന്ന കാര്യം അശ്ശിർക്കു ശിർക്കാണ്, അശ്ശിർക്കുൽ ഹഫിയ്യു. ചെങ്ങര അബ്ദുൾ റഷീദ് അമാനി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ വിഷയങ്ങളിലായി അജ്മല തസ്നീം കൊല്ലം ക്ലാസുകൾ എടുത്തു. പാഴായി പോകുന്ന മക്കളാക്കി വിടുന്നതിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. അള്ളാഹുവിന്റെ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇതിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിരീങ്ങൾ എഴുതി വച്ചിരിക്കുന്ന നമുക്ക് കാണാം. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല നബിയോട്
സയ്യിദിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്നക അൻതദറ വറഫതക അഗ്നിയാ ഖൈറും മിൻ അൻതദറഹും ആലതൻ യതകഫഫൂന الناس. നീ നിന്റെ പിൻതലമുറയാകുന്ന നിന്റെ മക്കളെ ദാരിദ്ര്യത്തിന്റെ ഉടമകളായി അടിമകളായി ഉപേക്ഷിക്കുന്നതിനേക്കാൾ ഖൈർ മെച്ചം അവരെല്ലാം സമ്പന്നന്മാരായ നിലയിലാക്കുക എന്നതാണ് നീ ചെയ്യേണ്ടത് എന്ന് ഹബീബുന വ ഷഫീഉന ഷഫീഉൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതെ, നമ്മുടെ ഭാര്യമാരെ സമ്പന്നമാക്കി അവരെ സന്തോഷിപ്പിച്ച് നമ്മുടെ മക്കളെയും ആ നിലയിലാക്കുന്ന ഒരു സാഹചര്യം ഇൻഷാ അല്ലാഹ് ഈ തആവുലുൽ ഖദമിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇതാണ് ഈ കുടുംബ സംഗമത്തിൽ നാം ഓർമ്മിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. കാലാമ്പൂർ അൻവർ ബാഖവി, പള്ളിക്കര അബൂബക്കർ ഖാസിമി, പാറപ്പുറം അലി ബാഖവി, അബ്ദുൽ കരീം ഫൈസി തുടങ്ങിയവർ പങ്കെടുത്തു. 63 വയസ്സ് കഴിഞ്ഞ പണ്ഡിതന്മാർക്ക് പ്രോവിഡന്റ് ഫണ്ട് വിതരണം, പെൻഷൻ വിതരണം, മരണപ്പെട്ട അംഗങ്ങളുടെ വിധവകൾക്ക് സഹായ വിതരണം, വിദ്യാഭ്യാസ അവാർഡ് ദാനം, മികച്ച പ്രവർത്തകർക്കുള്ള പ്രോത്സാഹന സമ്മാന വിതരണം എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു. അനുസ്മരണ പ്രഭാഷണം, പ്രാർത്ഥനാ സദസ്സ് എന്നിവയിൽ നിരവധി പേർ പങ്കെടുത്തു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ എറണാകുളം ജില്ലയുടെ സമ്മേളനവും അനുബന്ധമായ ചടങ്ങുകളുമൊക്കെയാണ് ഈ വേദിയിൽ രാവിലെ 9 മണി മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ അവസാന ലാപ്പിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ മുഖദ്ദിമ ഇച്ചിരി നീട്ടി പറഞ്ഞു എന്ന് വിചാരിച്ച് ഒരുപാടൊന്നും പറയണമെന്നില്ല. കാരണം പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത്. ഇവിടെ ഒരു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി തആവുൻ കുടുംബം എന്ന് പറയുന്നൊരു വിഷയം എൻ്റെ അടുക്കൽ ഇങ്ങനെ പറഞ്ഞു. എന്തായിരുന്നാലും ഇത്രയും രാവിലെ മുതൽ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ തആവുൻ എന്ന് പറയുന്ന നമ്മുടെ കുടുംബത്തെ പറ്റി തന്നെയാണ്. അതിൻ്റെ ആശങ്കകളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവച്ചവരുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ വർത്തമാനകാല ലോകത്ത് ഈ വർത്തമാന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ സദസ്സിലിരിക്കുന്ന പലരുടെയും മനസ്സകത്തിൽ പല ആശങ്കകളും ഒക്കെ ഉരുത്തിരിഞ്ഞു വന്നിരുന്നു. പക്ഷെ അതെല്ലാം കൃത്യമായിട്ട് ബഹുമാന്യരായ ഹമീദ് ഉസ്താദ് നമുക്കെല്ലാം അതിൻ്റെ വിശദീകരണമൊക്കെ വളരെ ലളിതമായ ഭാഷയിൽ നമുക്ക് വിവരിച്ചു തന്നതിൻ്റെ പേരിൽ തന്നെ ആ ആശങ്കകളും ആ പ്രയാസങ്ങളുമൊക്കെ പരമാവധി 100% മാറിക്കിട്ടി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരുപാട് നമ്മളൊക്കെ സാധാരണ ദുആ മജ്‌ലിസുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അവിടങ്ങളിലേക്ക് പ്രത്യേക അതിഥികളായി ക്ഷണിക്കപ്പെടുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമകളൊക്കെയാണ് ഇന്ന് സദസ്സിലുള്ളത്. നമുക്കറിയാം, ബഹുമാന്യരായ ഹാജി ഉസ്താദ് അടക്കം വീണ് കിട്ടിയ അവസരം പോലെ ബഹുമാന്യരായ സയ്യിദ് അവറുകളും ഉണ്ട്. എന്തായിരുന്നാലും അൽഹംദുലില്ലാഹ് തആവുനിൻ്റെ പ്രത്യേകതയും അത് തന്നെയാണ്. താവനുൽ ഖദം വെൽഫെയർ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ചേലക്കുളം ഹമീദ് ബാഖവി തങ്ങൾ ജില്ലാ സമ്മേളന പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. താവനുൽ ഖദം വെൽഫെയർ അസോസിയേഷൻ എന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ പ്രവർത്തകരാണ് ഞങ്ങൾ ഓരോരുത്തരും. കഴിഞ്ഞ 20 വർഷമായി കേരളത്തിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിത കൂട്ടായ്മയാണ് ഈ മഹത്തായ അസോസിയേഷൻ. മസ്ജിദുകളിലും മദ്രസകളിലും സാമൂഹ്യ രംഗത്തും പ്രതിഫലേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരുടെ ക്ഷേമത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ കൂട്ടായ്മ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ അവശരായ പ്രായമായ ഉസ്താദന്മാർക്ക് ഒരു വിരമിക്കൽ ഫണ്ടും തുടർന്ന് അവർക്ക് എല്ലാ മാസവും മാസസഹായവും നൽകി അവരുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്ത് പകരുക എന്നതാണ് പ്രധാനമായും ഈ കൂട്ടായ്മ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 20 വർഷമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഈ കൂട്ടായ്മ അതിൻ്റെ 21ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ഇടുക്കി, എറണാകുളം, ആലപ്പുഴ ജില്ലകൾ കേന്ദ്രീകരിച്ച് ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് എറണാകുളം ജില്ലയിൽ അതിൻ്റെ ജില്ലാ സമ്മേളനമാണ് ഇന്ന് കഴിഞ്ഞത്. വളരെ ആവേശപൂർവം, സന്തോഷപൂർവം
ഇതിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരും പ്രവർത്തകരും ഈ ദീനി രംഗത്ത്, സമുദായ സേവന രംഗത്ത് സജീവമായി നിലകൊള്ളുന്നതിന് കാരണമായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അവരുടെ വ്യക്തിപരമായ കുടുംബപരമായ പ്രശ്നങ്ങൾക്ക് വീട് നിർമ്മാണം, വിവാഹം, അതുപോലെ മരണാനന്തര പരിപാലനം തുടങ്ങി എല്ലാ രംഗത്തും ഈ കൂട്ടായ്മ അതിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സഹായിച്ചു വരുന്നുണ്ട്. അതിന് പുറമെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കും അല്ലാതെ ബുദ്ധിമുട്ടുന്നവർക്കുമൊക്കെ നിരന്തരമായ സഹായങ്ങൾ ചെയ്ത് അവരെ സംരക്ഷിക്കാനാണ് ഈ കൂട്ടായ്മ ഉദ്ദേശിക്കുന്നത്. ഇതിനെല്ലാം പുറമെ ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം സേവനം ചെയ്ത് പ്രായാധിക്യം കൊണ്ട് അവർ തളരുമ്പോൾ 63 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് പ്രോവിഡൻറ്റ് ഫണ്ട് എന്ന ആ മഹത്തായ ഒരു സഹായം നൽകി തുടർന്ന് അവരുടെ മരണം വരെയും അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഭാര്യമാരായ വിധവകളുടെ മരണം വരെയും സഹായിക്കുക, നിത്യമായി എല്ലാ മാസവും സഹായം എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക എന്നതാണ് ഇത് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഈ മഹത്തായ കൂട്ടായ്മ ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപ ഈ മാർഗത്തിലൂടെ ചെലവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമായും അതിന് അവസരം നൽകിക്കൊണ്ട് സഹായിക്കുന്നത് പൊതുജനങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.